ഹരേ കൃഷ്ണ. രാധേ രാധേശ്യാം. ഓങ്കും ഗുരുഭ്യോ നമഃ. ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. സുഖവും ദുഃഖവും ഒക്കെ നമ്മിലേക്ക് കടന്നു വരും. നമ്മുടെ നിത്യജീവിതത്തിലെ പ്രധാന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലെ ഒരു പ്രധാന കാരണമാണ് രോഗമെന്നത്. അല്ലേ? പല പല പ്രശ്നങ്ങളുണ്ടാകാം. അല്ലേ? ജോലിയില്ലാത്തൊരു പ്രശ്നമാണ്, അല്ല ദാരിദ്ര്യം ഒരു പ്രശ്നമാണ്, അതോടൊപ്പം രോഗവും ഒരു പ്രശ്നമാണ്. അപ്പം നമുക്ക് ദാരിദ്ര്യമില്ല, സമ്പത്തുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ രോഗം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നിൽ നിന്നും കരകയറുവാൻ സാധിക്കുകയില്ല. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. ആ മനസ്സിൽ നിന്ന് അത് നമ്മളെ ശരീരത്തെയും ബാധിക്കുന്നു. ശരീരവും മനസ്സും തളർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ മനസ്സും ശരീരവും ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ അധ്വാനിച്ച് പണമുണ്ടാക്കുവാനും, അച്ഛനെയും അമ്മയും സംരക്ഷിക്കുവാനും, ഭാര്യയെ നോക്കുവാനും, കുട്ടികളെ വളർത്തുവാനും, ഇങ്ങനെയൊക്കെ നമുക്ക് ആരോഗ്യം എന്നത് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം ആ ആരോഗ്യത്തോടു കൂടി നല്ല മനസ്സും ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകണം. അപ്പോൾ രോഗം എന്നത് നിത്യജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്തായാലും നിത്യജീവിതത്തിൽ ഈ രോഗങ്ങളൊക്കെ വന്നു ഭവിക്കുകയൊക്കെ തന്നെ ചെയ്യും. അപ്പോൾ രോഗം വരാതിരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക എന്നത് വളരെ പരമപ്രധാനമാണ്. ഒരു വലിയ ഫാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന വേഗത്തിലുള്ള ഒരു യാത്രയിൽ, ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലും ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി എല്ലാവരും അങ്ങനെ ഭക്ഷണമൊക്കെ നല്ലതായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ രോഗങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ സാധിക്കും. അതോടൊപ്പം നല്ല എക്സർസൈസും ചെയ്യുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായും മരുന്ന് കഴിക്കണം. ആ ഒരു നല്ല ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്ത് നല്ല ആ രോഗത്തിനുള്ള മരുന്ന് കഴിക്കണം. പക്ഷേ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകുന്നു. അല്ലേ? നമുക്ക് ദുഃഖമാകുന്നു, സങ്കടമാകുന്നു, ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനേറെ പറയുന്നു, നമ്മൾ സ്വസ്ഥമായിട്ടിരുന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും, ഭഗവാന്റെ നാമം ജപിക്കുവാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. ആ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത മൊത്തം ആ അസുഖത്തെക്കുറിച്ചാണ്, അതിനെക്കുറിച്ചുള്ള വേവലാതിയാണ്. അപ്പം രോഗം വരാതിരിക്കുവാനും, രോഗം വന്നവർക്ക് ആ രോഗം മാറുവാനും ഭഗവാന്റെ നാമജപത്തിലൂടെ, ഭഗവാന്റെ നാമമന്ത്രത്തിലൂടെ അതിനെ മറികടക്കുവാൻ നമുക്ക് സാധിക്കും. ഇനി പറയുന്ന ഭഗവാന്റെ രണ്ട് മന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ അത് ജപിക്കുകയാണെങ്കിൽ രോഗം വരാതിരിക്കുവാനും വന്ന രോഗം മാറുവാനും തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഒന്ന് നാരായണീയത്തിലെ ഒരു ശ്ലോകമാണ് പറയുന്നത്, മറ്റൊന്ന് ധന്വന്തരമൂർത്തിയുടെ മന്ത്രമാണ് പറയുന്നത്. ഈ രണ്ട് മന്ത്രങ്ങളും, ഈ രണ്ട് സ്തോത്രങ്ങളും, ഈ രണ്ട് മന്ത്രങ്ങളും ജപിക്കുകയാണെങ്കിൽ, ഈ ശ്ലോകങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിത്യജീവിതത്തിൽ രോഗങ്ങൾ വരാതിരിക്കും. അതോടൊപ്പം രോഗം വന്നവർക്ക് അതിൻ്റെ ഒരു അത്ഭുതം കാണാൻ സാധിക്കും. ആ അസുഖം കുറഞ്ഞു വരുന്നത് കാണുവാനും സാധിക്കും. എന്നും പറഞ്ഞ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നവർ മരുന്ന് ഉപേക്ഷിക്കാനും, അല്ലെങ്കിൽ അസുഖമുള്ളവർ ഡോക്ടറെ പോയി കാണാതെ ഈ മന്ത്രം ജപിച്ചുകൊണ്ടും ഇരിക്കാനല്ല പറഞ്ഞത്. അതിനെ തെറ്റിദ്ധരിക്കരുത്. രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കുന്നവർ മരുന്ന് കഴിക്കുക. ആ മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ജപിക്കുക. അങ്ങനെ ഈ മന്ത്രജപത്തിലൂടെ ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാകുവാനും, ആ മന്ത്രജപത്തിൻ്റെ ഉച്ചാരണത്തിലൂടെ, അതിൻ്റെ ആ ശ്ലോക ജപത്തിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം ആ രോഗത്തെ മറികടക്കുവാനും നമുക്ക് സാധിക്കും. അപ്പം ഗുരുവായൂരിലെ ഓരോരോ അത്ഭുതങ്ങളും നമുക്ക് കേട്ടുകേൾവിയുള്ളതാണ്. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. മേൽപ്പത്തൂരിൻ്റെ വാതരോഗം മാറ്റിയതും അങ്ങനെ ഒരുപാട് ഭഗവാന്റെ അത്ഭുത ലീലകൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മേൽപ്പത്തൂരിൻ്റെ ആ വാതരോഗം മാറിക്കിട്ടിയത് നാരായണീയം എഴുതി പൂർത്തിയാക്കിയതിന് ശേഷമാണ്. അപ്പോൾ ആ നാരായണീയത്തിലെ ഒരു ശ്ലോകമാണ് ആദ്യം പറയുന്നത്.
പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരുപാട് പേര് ചോദിക്കും, രോഗം വരുന്നു, സങ്കടമാണ്, ദുഃഖമാണ്, ഇതിൽ നിന്നൊരു മറികടക്കാൻ എന്താണ് മാർഗം എന്ന് ചോദിക്കുമ്പോൾ അവർക്കുള്ള മറുപടിയാണ് ഈ പറയുന്നത്. നാരായണീയത്തിലെ ഈ ഒരു ശ്ലോകം ജപിക്കുകയാണെങ്കിൽ ആ രോഗങ്ങളെ മറികടക്കുവാൻ, രോഗം വരാതിരിക്കുവാൻ ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ശ്ലോകം ഇങ്ങനെയാണ്: അസ്മിൻ പരാത്മൻ നനു പത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഹി അനന്തഭൂതമമ രോഗരാശിയും നിരുന്തി വാതാലയ വാസവിഷ്ണു. നാരായണീയത്തിലെ അതിപ്രശസ്തമായ വളരെ ശക്തിയുള്ള ഒരു ശ്ലോകമാണിത്. ഈ ഒരു ശ്ലോകം നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് കഴിയുന്ന തവണ, ഒരു സംഖ്യ പറയുന്നില്ല, ഇത്ര സംഖ്യ എന്ന് പറയുന്നില്ല, ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സമയം ചെലവഴിച്ചുകൊണ്ട് ഈ ഒരു ശ്ലോകം ജപിക്കുകയാണ്. വളരെ ശക്തിമത്താണ്, ഗംഭീര ശ്ലോകമാണ്, അതിശക്തിമത്താണ് ഈ ശ്ലോകം എന്ന് പറയുന്നത്. ഈ ഒരു ശ്ലോകം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗം വരാതിരിക്കും. അതോടൊപ്പം ഈ രോഗം വന്നവർക്കാണെങ്കിൽ ആ രോഗം കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയാണ്. അത് നിങ്ങളിൽ ഓരോരുത്തരും ഈ മന്ത്രം അല്ലെങ്കിൽ ഈ ശ്ലോകം ജപിച്ചുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്. അപ്പം ഒരു കാര്യം പ്രത്യേകം പറയുന്നു, അല്ലേ, മന്ത്രം ജപിക്കാൻ പറഞ്ഞു, ശ്ലോകം ജപിക്കാൻ പറഞ്ഞു, ഞാനിതൊട്ട് മരുന്ന് കഴിക്കുന്നില്ല, ഡോക്ടറെ കാണുന്നില്ല എന്നൊന്നും അതിനൊരിക്കലും അർത്ഥം കാണരുത്. രോഗം വന്നാൽ ചികിത്സിക്കണം. പഴമക്കാർ പറയുന്നത് എന്താണ്? മരുന്നും മന്ത്രവും. അപ്പോൾ മരുന്ന് കഴിക്കുന്നവരാണ്, നിത്യജീവിതത്തിൽ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവരാണ് മരുന്ന് കഴിക്കുന്നവരാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം ഈ മന്ത്രജപം, ഈ ശ്ലോകത്തിൻ്റെ ജപം പരമപ്രധാനമാണ്. നിങ്ങളൊരു മാസക്കാലം മുടങ്ങാതെ കഴിയുന്നത്ര തവണ ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും, അത് തീർച്ചയാണ്. ഇനി അടുത്തത് ധന്വന്തരി മന്ത്രമാണ്. ഈ ഒരു ധന്വന്തരി മന്ത്രജപത്തിലൂടെ രോഗങ്ങളെ മറികടക്കാൻ സാധിക്കും. ഇപ്പം മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ധന്വന്തരിമൂർത്തിയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് ഈ ഒരു 4 വരി ശ്ലോകം ജപിക്കുകയാണെങ്കിൽ ആ മരുന്ന് നമുക്ക് ഫലവത്താകും, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും, ആ രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാകും. അങ്ങനെ നമുക്ക് ആ രോഗം കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ ഈ പറയുന്ന ഒരു ശ്ലോകം രാവിലെയും വൈകിട്ടും ഒക്കെ, ഇതിന് ഒരു സംഖ്യ പറയുന്നില്ല, കാരണം നമ്മുടെ സമയമാണ്, അല്ലെ നമ്മുടെ ഇഷ്ടമാണ് ആ രോഗം മാറുക എന്നുള്ളത്. അപ്പോൾ അത് മാക്സിമം നമ്മൾ എത്രയോ തവണ ജപിക്കാൻ പറ്റുമോ അത്രയും തവണ ജപിക്കുക. അത്രയും തവണ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റമുണ്ടാകും, അത് തീർച്ചയാണ്. അപ്പോൾ ആ ധന്വന്തരി മന്ത്രം എങ്ങനെയാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമ. അപ്പോൾ ഈ ഒരു മന്ത്രം കൂടി ജപിക്കുകയാണെങ്കിൽ രോഗത്തിൽ നിന്ന് പ്രതിരോധിക്കുവാനുള്ള ശക്തി നമ്മുടെ മനസ്സിനും ശരീരത്തിനും തീർച്ചയായും ഉണ്ടാകും. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൽ. രാധേ രാധേ ശ്യാം.